RAS Videozന്റെ ഒരു ഗാർഡൻ ഡെക്കോർ ഐറ്റംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നേരത്തെ നമ്മളൊരു ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയുടെ കമൻറ്റ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഒരു ടവർ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ആവശ്യ സാധനങ്ങൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഒരു പോട്ട്, കവറ്, പിന്നെ ആവശ്യ ഹൈറ്റിനുള്ള നിങ്ങളുടെ ഒരു പൈപ്പ്, പിന്നെ അത് കട്ട് ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കമ്പി വെച്ചാണ് ഇതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഹൈറ്റ് അളന്നെടുത്തിട്ട് അവിടെ ഞാൻ ഉപയോഗിച്ച് ഹോൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒന്നിനും സോൾഡറിങ് ഞാൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പി വഴിപ്പിച്ച് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ഹോൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ രണ്ട് ഹോളാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഇങ്ങനെ ക്രോസ് രീതിയിൽ വരുന്ന രീതിയിലുള്ള രണ്ട് ഹോൾസ്. ഇത് ഇങ്ങനെ രണ്ടെണ്ണം കയറ്റി വെച്ചതിന് ശേഷം നമ്മളിലുള്ളൊരു കമ്പിയുണ്ട്. ഈ കമ്പി ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇതാണ് ഉദ്ദേശം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ലാസ്റ്റ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ അളവും കാര്യങ്ങളും എടുത്ത് ഈ കമ്പി മുറിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി ഇതിൽ കയറ് ചുറ്റിയെടുക്കാം. കയറ് ചുറ്റിയതിന് ചെറിയൊരു ടിപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് കണക്കൊരു ട്വൈൻ നൂലോ ഇല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ളതായിട്ടുള്ള ഏതെങ്കിലും നൂല് നിങ്ങൾ എടുക്കുക. ആ നൂല് ഈ ഹൈറ്റ് അനുസരിച്ച്, അതായത് ടോപ്പിൽ നിന്ന് താഴോട്ട്, ടോപ്പിൽ ഈ റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ ഇത് രണ്ട് മടക്കായിട്ട് ഇടുക. ടോപ്പിൽ റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ മാസ്കിംഗ് ടാപ്പോ അല്ലെങ്കിൽ സെലോ ടാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. താഴോട്ട് ഇങ്ങനെ നൂല് താഴത്തെ എൻഡിൽ ഒന്ന് മാസ്കിംഗ് ടാപ്പ് ഇട്ട് വയ്ക്കുക. ശ്രദ്ധിക്കുക, ഏറ്റവും ടോപ്പിൽ അതിൻ്റെ കർവ് പോർഷൻ വരണം. അതായത് അതിൻ്റെ എഡ്ജ് അല്ല വരാനുള്ളത്, കർവ് പോർഷൻ വരണം ടോപ്പിൽ. ആ രീതിയിൽ മാസ്ക് ചെയ്ത് വെക്കുക. മാസ്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതിൽ ആവശ്യമുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തായാലും പോർട്ട് മണ്ണിൽ താഴ്ന്നിരിക്കുന്നതിന് തൊട്ടും ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ മുകളിലോട്ടുള്ള രീതിയിൽ, മുകളിലോട്ട് വരുന്ന രീതിയിലോട്ട് അവിടെ നമുക്ക് കയറ് ചുറ്റി തുടങ്ങാം. ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു അളവെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പൈപ്പിൽ. അതിൽ കയറിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. നമുക്ക് കെട്ട് വരത്തില്ല. എന്തിനാണ് നമ്മൾ ആ നൂല് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതേ സെയിം ഉദ്ദേശം തന്നെയാണ്. നൂല് നമ്മൾ ലാസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കും. അവിടെയും കയറ് വെച്ച് കെട്ട് വരില്ല. അപ്പോൾ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. ഇത് ഞാൻ കുറച്ച് സ്പീഡ് ചെയ്ത് വിട്ടേക്കാം, അല്ലെങ്കിൽ വെറുതെ വീഡിയോ അല്ലെങ്കിൽ കൂടെ ഉള്ളൂ. ഇനി ഇതിൻ്റെ എഡ്ജ് വരുന്ന പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കർവ് ചെയ്ത് വിട്ടേക്കുന്ന ആ എഡ്ജ് വരുന്ന പോർഷൻ ആവശ്യത്തിനനുസരിച്ച് ചുറ്റി നിർത്തിയതിന് ശേഷം കയർ ബാക്കി കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ തല, കയറിൻ്റെ തല അതിൻ്റെ അകത്തോട്ട് കയറ്റി നിർത്തണം. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ബാക്കി ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ടോപ്പ് എഡ്ജ് വെച്ചിട്ട് എഡ്ജ് അതിൻ്റെ അകത്തോട്ട്, ആ നൂലിൻ്റെ അകത്തോട്ട് കയറ്റി നിർത്തുക. എന്നിട്ട് നമ്മൾ താഴെ നിന്ന് അങ്ങ് വലിച്ചാൽ മതി. വലിക്കുമ്പോഴേക്കും ഇവിടെ ആ നൂല് കൊണ്ടുവന്ന് ടൈറ്റാവും. ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് ഇളകത്തില്ല. അപ്പോൾ കെട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ആ കെട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അഭംഗിയാണ്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ എഡ്ജ് പ്രോപ്പറായിട്ട് വെച്ചതിന് ശേഷം താഴത്തെ ഭാഗത്തിൻ്റെ മാസ്കിംഗ് ടാപ്പ് അങ്ങ് റിമൂവ് ചെയ്തിട്ട് അങ്ങ് വലിച്ചാൽ മതി. വലിച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ടോപ്പ് കാണാനും ഭംഗി ഉണ്ടാവും. അടുത്തതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഹോളിട്ട ഭാഗത്തൂടെ രണ്ട് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ ക്രോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു കെട്ടുകമ്പി വെച്ച് കെട്ടിയെടുത്താൽ മതിയാവും, ടൈറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇത് ചട്ടിയിലൊന്നും മറിഞ്ഞു പോകത്തില്ല. ഇതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ല മണ്ണിൽ വെറുതെ പൈപ്പ് ഇറക്കി വെച്ചാലും അത് ഇരുന്നോളും.
പക്ഷേ എനിക്കിവിടെ നേരത്തെ ചെയ്തപ്പോഴേക്കും അത് മറിഞ്ഞ് വീണായിരുന്നു. അപ്പോൾ പ്ലാന്റ് ആയതിനു ശേഷം പിന്നെ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇത് തികച്ചും സേഫാണ്. ഒരു സൈഡിലോട്ട് എന്തായാലും മറിഞ്ഞ് വീഴത്തില്ല. കാരണം ഇതിൽ മണ്ണും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇതാണ് സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ അകത്ത് പോട്ടി മിക്സ് നിങ്ങളുടെ മണ്ണും കൂടെ മിക്സ് ചെയ്ത് കയറ്റുക. ഇനി പ്ലാന്റ് നട്ടുകൊടുക്കുക. പ്ലാന്റിന് പോത്തോസ് എന്ന് നമ്മൾ പറയുമെങ്കിലും നോർമലി അറിഞ്ഞു വരുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് അതിൻ്റെ കറക്റ്റ് നെയിം എന്ന് പറയുന്നത് പോത്തോസാണ്. പോത്തോസ് തന്നെ 9-10 വെറൈറ്റീസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പോത്തോസിൽ തന്നെ ഏതെങ്കിലും നല്ലൊരു പോത്തോസ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു 3-4 കമ്പുകൾ ഇതിലത് ഊന്നി വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. വെളിയിൽ വെക്കുക. ഇൻഡോർ ആയിട്ടാണ് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആദ്യം വെളിയിൽ വെക്കുക. വെളിയിൽ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ലൊരു ഗ്രോത്ത് കിട്ടി നമ്മുടെ ടോപ്പ് വരെ ഇതിൻ്റെ ഗ്രോത്ത് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ടോപ്പിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ടോപ്പും കഴിഞ്ഞ് പിന്നെ വീണ്ടും പടർന്നു പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത്. ചുവര് ചേർത്ത് വയ്ക്കരുത്. ചുവരിലോട്ട് ചിലപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വിട്ട് വെക്കുക. നല്ല ഭംഗി ഉണ്ടാവും. 100% ഉറപ്പാണ്. ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പ്ലാന്റ് ഗ്രോത്ത് ഫുള്ളായിട്ടും ഉണ്ടാവും. ഞാനിതിൽ നേരത്തെ ചെയ്ത പ്ലാന്റ് ഞാനിവിടെ ഇൻഡോർ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇതിൻ്റെ പോട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണാത്ത ആൾക്കാർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പോട്ട് കവറിൻ്റെ അത് കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കിയതാണ് ആ കവർ. ഇത് കണ്ടിട്ടായിരുന്നു ഈ പ്ലാന്റ് ചെയ്യുന്ന വിധം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 3 മാസം 4 മാസം ആയിട്ടേ ഉള്ളൂ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പ്ലാന്റ് ആയത്. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾ പുറത്താണ് വെച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും നിങ്ങളുടെ സർക്കിളിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. നന്ദി, നമസ്കാരം.